भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 716 ദിവസത്തിലേക്ക് എത്തി. ഇന്നലെ 86 അധ്യായം, ദശമസ്കന്ധം 86 അധ്യായത്തിലെ 6 ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത്. ഇന്ന് 7ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. അർജുനൻ തീർത്ഥയാത്രക്കിടയിൽ ശ്രീകൃഷ്ണന്റെയും ബലരാമസ്വാമിയുടെയും സഹോദരിയായ സുഭദ്രയെ ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കാൻ രാമൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞിട്ടാണ് ഒരു സന്യാസിയുടെ രൂപത്തിൽ ചാതുർമാസ്യവ്രതത്തിന് എന്നതുപോലെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നത്. രാമനോ പൗരജനങ്ങൾ ആരും, സുഭദ്ര പോലും അറിഞ്ഞില്ല അർജുനനെ. എല്ലാം അറിയുന്ന വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, എല്ലാം അറിയുന്ന ഭഗവാനും അറിഞ്ഞതായി നടിച്ചില്ല അർജുനനും. അതേപോലെ ആ ശ്രീകൃഷ്ണനും അവർക്ക് രണ്ടുപേർക്കും അറിയാം, എങ്കിലും അറിഞ്ഞതായി രണ്ടുപേരും നടിച്ചില്ല. അങ്ങനെ ബലരാമസ്വാമി ഈ യുവ സന്യാസിയെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് അതിഥി സൽക്കാരമൊക്കെ ചെയ്തു. അവിടെ ഭിക്ഷ നൽകി സന്യാസി ആ ഭിക്ഷ സ്വീകരിച്ചു. സോപശ്യത്തത്ര മഹതിം കന്യാം വീരമനോഹരാം. സുന്ദരിയായ വീരന്മാരുടെ മനസ്സിനെ അപഹരിക്കുന്ന ആ സുഭദ്രയെ കണ്ടു. സുഭദ്രയുടെ മനസ്സിനെ അർജുനനും അപഹരിച്ചു. അവളുടെ മനസ്സിലേക്ക് അർജുനൻ പ്രവേശിച്ചു. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. സാപി തം ചകമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗി തന്യസ്തഹൃദയേക്ഷണ. അവിടെ ആ അർജുനനെ കണ്ടപ്പോ ഹൃദയംഗമം തം വീക്ഷ്യ, സ്ത്രീണാം നാരീണാം, സ്ത്രീകളുടെ ഹൃദയത്തിന് യോജിച്ചവനായിരിക്കുന്ന അർജുനെ കണ്ടിട്ട് ഹസന്തി വ്രീഡിതാപാംഗി, ചിരിക്കുന്നവളും ആ ലജ്ജയോടുകൂടിയ അല്ലെങ്കിൽ ലജ്ജയെ സൂചിപ്പിക്കുന്ന ഭാവചലനങ്ങളോടും കൂടിയ ആ സുഭദ്ര
തന്യസ്ത ഹൃദയക്ഷണ, അവനിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടും കണ്ണുകളോടും കൂടിയവളായി സാബി ചകമേ, ആ അർജുനനെ അവളും മോഹിച്ചു. അവളിൽ തൻ്റെ മനസ്സിനെ ധരിച്ചു, അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന അർജുനൻ. അതാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോ പറയുകയാണ് അവളുടെ മനസ്സിലും അർജുനൻ കയറിക്കൂടി എന്ന് പറയുന്നു. അപ്പോ സന്യാസിയെ നോക്കി ലജ്ജ കാണിക്കുക, ചിരിക്കുക, വളരെ ഗൂഢമായിട്ട് നോക്കുക, ഇങ്ങനെ അവളുടെ മനസ്സും കണ്ണും ആ അർജുനനിലേക്ക് ചേർന്നു. അനുരാഗമുണ്ടായി. താം പരം സമനുധ്യായനന്തരം പ്രേപ്സുരർജുന നലേഭേ ശംഭ്രമച്ചിത്ത കാമേനാതിബലീയസ. താം പരം, അവളെ തന്നെ, സമനുധ്യായൻ, ഏറ്റവും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന. സന്യാസി ധ്യാനിക്കുന്നത് ഈശ്വരനെയാണെങ്കിൽ ഇവിടെ ഈശ്വരനായ ശ്രീകൃഷ്ണന്റെ സഹോദരി സുഭദ്രയെയാണ് ധ്യാനിക്കുന്നത്. അന്തരം പ്രേപ്സു, ആ അവസരത്തെ കിട്ടാൻ ആഗ്രഹിച്ചും കൊണ്ട് അർജുനൻ അതിബലീയസ, ഏറ്റവും ബലവാൻ ആരാണ്? അത് കാമനാണ്. ആ കാമേന ഭ്രമച്ചിത്ത, കാമനാൽ ഭ്രമിക്കുന്ന മനസ്സോടുകൂടി ശം നലേഭേ, സുഖത്തെ ലഭിച്ചില്ല. എപ്പോഴും അതായിരുന്നു ചിന്ത. അവളെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളെ സ്വാധീനയാക്കാൻ എപ്പോഴാണ് പറ്റിയ സമയം എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്നു. മന്മഥന്റെ ആ സ്മരവേഗത്തിൽ അർജുനൻ ദാ വല്ലാതെ കുഴങ്ങിപ്പോയി എന്നാണ്, വല്ലാത്ത അസ്വസ്ഥനായി. ബലരാമൻ തന്ന സൽക്കാരം, അതിൻ്റെ സുഖം ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. കാരണം ചിന്ത എപ്പോഴും സുഭദ്രയെ കുറിച്ചാണ്. മഹത്യാം ദേവയാത്രായാം രഥസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമത പിത്രോ കൃഷ്ണസ്യ ച മഹാരഥ. മഹത്യാം ദേവയാത്രായാം, വലിയ ഒരു ദേവയാത്ര. അവിടേക്ക് പിത്രോ കൃഷ്ണസ്യ ച, മാതാപിതാക്കന്മാരാലും കൃഷ്ണനാലും സമ്മതിക്കപ്പെട്ടവനായ ആ മഹാരഥൻ അർജുനൻ രഥസ്ഥാം ദുർഗനിർഗതാം ജഹാര, തേരിലിരിക്കുന്ന, ദുർഗത്തിൽ നിന്ന് നിർഗമിച്ചവളായിരിക്കുന്ന ആ സുഭദ്രയെ അപഹരിച്ചു. ഒരു വലിയ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാണാൻ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു സുഭദ്ര. ശ്രീകൃഷ്ണന്റെയും ദേവകീ വസുദേവന്മാരുടെയും സമ്മതപ്രകാരം ആ മഹോത്സവത്തിനിടയിൽ വെച്ച് അർജുനൻ ഈ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയി. ബലദേവനെ പിന്നെ സമാധാനിപ്പിക്കാം എന്നാണ് ഭഗവാന്റെ സങ്കല്പം. അർജുനൻ കൃഷ്ണന്റെയും ദേവകീ വസുദേവന്മാരുടെയും അനുവാദത്തോടുകൂടി അവിടെ ആ തേരിലിരിക്കുന്ന സുഭദ്രയെ അപഹരിച്ച് കൊണ്ടുപോകുന്നു. രഥസ്ഥോ ധനുരാദായ ശൂരാംശ്ചാരുന്ധതോം ഭടാൻ വിദ്രാവ്യ ക്രോശതാം സ്വാനാം സ്വഭാഗം മൃഗരാഡിവ. സ്വഭാഗം മൃഗരാഡ് ഇവ. മൃഗരാഡ് എന്ന് പറഞ്ഞ സിംഹം. സിംഹം തൻ്റെ ഭാഗം അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ രഥസ്ഥ ആരുന്ധത, രഥത്തിലിരിക്കുന്നവനായിട്ട് തൻ്റെ 4 ഭാഗത്തു നിന്നും വളഞ്ഞ ശൂരാൻ ഭടാൻ, അതിഭയങ്കരന്മാരെ, കേമന്മാരായ ഭടന്മാരെ ധനുഹു ആദായ വിദ്രാവ്യ, വില്ലെടുത്ത് അവരെ മുഴുവൻ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ സവ്യസാജി, ഇരുകൈ കൊണ്ടും അസ്ത്രം ചെയ്യാൻ കഴിയുന്ന അർജുനൻ തോൽപ്പിച്ചോടിച്ചു. ക്രോശതാം സ്വാനാം, നിലവിളിക്കുന്ന ആ സ്വന്തം ആളുകളെ, അവരെ സ്വന്തം ഭാഗത്തെ തട്ടിയെടുക്കുന്ന രൂപത്തിൽ, അവരൊക്കെ കരയുകയാണ് ഭടന്മാര് അർജുനന്റെ അസ്ത്രങ്ങളേറ്റിട്ട്. പക്ഷേ തനിക്ക് തൻ്റെ ഭാഗം കൊണ്ടുപോകാതെ സാധിക്കില്ല എന്ന ഒരു മൃഗത്തിന്റെ ഭാവഹാവാദികളോടുകൂടി, മൃഗേന്ദ്രന്റെ, സിംഹത്തിന്റെ ഭാവഹാവാദികളോടുകൂടി തൻ്റെ ഭാഗത്തെ അപഹരിച്ചു എന്നും പറയുന്നു. തനിക്ക് യോഗ്യയായ സുഭദ്രയെ അർജുനൻ സ്വാധീനയാക്കി എന്നും പറയുന്നു. ഇവിടെ സ്വാനാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ ശ്രദ്ധിച്ചില്ല എന്നാണ്. സ്വന്തം കൂട്ടരെ കൂട്ടാക്കാതെ ഇപ്പൊ സ്വന്തം കൂട്ടരായി, സ്വജനങ്ങളായിരിക്കുന്ന യാദവരെ എന്നും വേണമെങ്കിൽ പറയാവുന്നതാണെന്ന് സജ്ജനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കണം. തച്ഛുത്വാ ക്ഷുഭിതോ രാമ പർവണീവ മഹാർണവ ഗൃഹീതപാദ
കൃഷ്ണേന സുഹൃദ്ഭിശ്ചാന്വശാമ്യത. അവിടെ ഇതങ്ങോട്ട് കേട്ടു. ബലരാമസ്വാമി പർവണി മഹാർണവ ഇവ, വാവിന്റെ അന്ന് സമുദ്രം എന്നതുപോലെ ക്ഷുഭിത ക്ഷോഭിച്ച് കൃഷ്ണേന സുഹൃദ്ഭീച ശ്രീകൃഷ്ണനാലും സുഹൃത്തുക്കളാലും ഗൃഹീതപാദ ഗ്രഹിക്കപ്പെട്ട പാദങ്ങളോട് കൂടിയവനായി അന്വശാമ്യത ബലരാമസ്വാമി തന്റെ ക്രോധത്തെ അടക്കി. അർജുനൻ സുഭദ്രയെ ബലമായി കൊണ്ടുപോയി എന്നുള്ളത് അറിഞ്ഞപ്പോ ആരാണ് കൊണ്ടുപോയതെന്ന് ബലരാമസ്വാമിക്ക് അറിഞ്ഞില്ല. അവനെ ഇപ്പൊ തന്നെ പിടികൂടി കാരാഗ്രഹത്തിലടക്കണം, ഞാൻ യുദ്ധത്തിന് പോവുകയാണ് എന്ന് തീർച്ചപ്പെടുത്തി അവിടെ ആ വെളുത്ത വാവിന്റെ അന്ന് പൗർണമിയുടെ അന്ന് സമുദ്രം ക്ഷോഭിക്കുന്നത് പോലെ വലിയ വേലിയേറ്റുണ്ടാവുന്നതാണ്. ഇതേപോലെ രാമൻ ആ ബലരാമസ്വാമി പർവണി മഹാർണവ ഇവ, വാവിന്റെ അന്ന് പൗർണമിയുടെ അന്ന് സമുദ്രം എങ്ങനെയാണോ അതേപോലെ ക്ഷോഭിച്ചു എന്നാണ്. ഇപ്പോ അവനെ പിടികൂടണം എന്ന് പറഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു അത്രേ, ഏട്ടാ എന്തിനാ അങ്ങനെ പിന്നാലെ പോണത്? കൗരവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു അല്ലേ, പക്ഷെ പാണ്ഡവരാണ് സ്വീകരിച്ചത്. നമ്മൾ വിചാരിച്ചാലും അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇരുകൈ കൊണ്ടും അസ്ത്രമെയ്യാൻ മിടുക്കനായ അർജുനനാണ് നമ്മുടെ അക്ഷമ്മങ്ങളുടെ മകൻ. അപ്പോ ഒരർത്ഥത്തിൽ അർഹതയുള്ളത് തന്റെ ഭാഗത്തെ അപഹരിച്ച സിംഹത്തെ പോലെ വീരശൂര പരാക്രമിയായ അവൻ നമ്മുടെ സഹോദരിയെ കൊണ്ടുപോയി എങ്കിൽ അത് തനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് അർജുനൻ കാണിച്ചു തരികയാണ് ഉണ്ടായത്. സുഭദ്രയ്ക്കും അത് തന്നെയാണ് ഇഷ്ടം, എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. അച്ഛനമ്മമാരുടെയും അനുവാദത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഏട്ടനോട് അപ്പ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഏട്ടൻ ദുര്യോധനന് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കലിം കുരുകുലാമയം, ഏട്ടന്റെ ശിഷ്യനാണ് എന്നുള്ള വലിയ ഒരു ഭാഗ്യം അവന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ പ്രവർത്തികൾ എന്നും മോശമാണ്. അപ്പൊ നമ്മുടെ സഹോദരിയെ ഏറ്റവും യോജിച്ച കൈകളിലേക്ക് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് എന്ന് സമാധാനിക്കൂ. അങ്ങനെ ശ്രീകൃഷ്ണനും കൂട്ടുകാരും ബലരാമസ്വാമിയുടെ കൂട്ടുകാരൊക്കെ വന്ന് ആ ബലരാമന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു, സമാധാനപ്പെടുത്തി. ഏട്ടൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവരുത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ക്രോധം അന്വശാമ്യത, കോപത്തിന് ഒരു ശമനമുണ്ടായി എന്ന് പറയുന്നു. പ്രാഹിണോൾ പാരിബരിഹാണി വരവദ്ധോർമുദാബല മഹാധനോപസ്കരേ ഭരധാശ്വനരയോഷിത. ബലരാമസ്വാമി എങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനായിട്ട് പറഞ്ഞു. മുദാ സന്തോഷത്തോടുകൂടി വരവദ്ധോ വരനും വധുവിനും ആ ഭാര്യാഭർത്താക്കന്മാർക്ക് മഹാധനോപസ്കരേ ഭരധാശ്വനരയോഷിത ധാരാളം ധനം, അതേപോലെ അതിന് യോജിച്ച ഉപകരണങ്ങള്, ഇഭം ആന, തേര്, കുതിര, ദാസന്മാര്, ദാസികള്, നരയോഷിത, അങ്ങനെ എല്ലാത്തിനെയും പാരിബരിഹാണി പ്രാഹിണോൽ സമാനങ്ങളായിട്ട് കൊടുത്തു എന്ന് പറയുന്നു. രാമസ്വാമി ശാന്തനായതോടുകൂടി അർജുനന് സുഭദ്രയെ വേണ്ട പോലെ വിവാഹം ചെയ്തു കൊടുത്തു. അതിനുശേഷം ആ വിവാഹത്തോടനുബന്ധിച്ച് നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ തങ്ങളുടെ സഹോദരിക്ക് ഏട്ടനും അനിയനും കൂടി സമ്മാനിച്ചു. ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, ഇനി ദാ ഒരു പുതിയ കഥ ശ്രീശുബ്രഹ്മർഷി പറയാനായിട്ട് ആരംഭിക്കുന്നു. കൃഷ്ണസ്യാസീൽ ദ്വിജശ്രേഷ്ഠ ശ്രുതദേവ ഇതി ശ്രുത കൃഷ്ണൈകഭക്ത്യാ പൂർണാർത്ഥ ശാന്ത കവിരലംബട. നമ്മള് നേരത്തെ ശ്രീതാമാവിന്റെ കഥയില് കേട്ടു ശ്രീതാമാവിനെ കുറിച്ച്. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യതൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി എന്നാണ് ആ ശ്രീതാമാവിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ ഇവിടെ ശ്രീശുബ്രഹ്മർഷി ശ്രുതദേവൻ എന്ന ഒരു ബ്രാഹ്മണന്റെ കഥ
ഇവിടെ പറയുകയാണ് കൃഷ്ണസ്യാസീൽ, ശ്രീകൃഷ്ണന് ആ ശ്രുതദേവൻ, ശ്രുത കേൾവിപ്പെട്ടവൻ, ശ്രുതദേവൻ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണൈക ഭക്തിയ, കൃഷ്ണനിൽ ഏകമായിരിക്കുന്ന ഭക്തിയോടുകൂടിയ, പൂർണാർത്ഥ പൂർണ്ണമായ അർത്ഥത്തോടു കൂടിയ, ശാന്ത ഏറ്റവും ശാന്തമായ മനസ്സ് അടക്കം ചെയ്ത ജിതേന്ദ്രിയനായിരിക്കുന്ന അദ്ദേഹം കവി, ദീർഘദർശിത്വമുള്ള ആളാണ് കവി. അതുകൊണ്ട് തന്നെ അസാധാരണമായ ബുദ്ധി ഉള്ള ആള്. അസാധാരണമായിട്ടുള്ള ബുദ്ധി ഏതാ? ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട ബുദ്ധി. അങ്ങനെയുള്ള അലംബടഹ, ഒട്ടും തന്നെ ആഗ്രഹങ്ങളില്ലാത്ത ദ്വിജശ്രേഷ്ഠ, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ശ്രീകൃഷ്ണന് ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ ഭക്തനായി ഉണ്ടായിരുന്നു. ശ്രുതദേവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പൊ കൃഷ്ണഭക്തി കൊണ്ട് മാത്രം എല്ലാ ഐശ്വര്യങ്ങളും ആ നേടിയെടുത്തിട്ടുള്ള ശാന്തനായ, ആശയില്ലാത്ത, അലൗകികമായ ആലോചനാ ശക്തിയുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ. സൗവാസ വിദേഹേഷു മിഥിലായാം ഗൃഹാശ്രമി അനീഹയാഗതാഹാര്യ നിർവർത്തിത നിജക്രിയ. അനീഹയാ ആഗതാഹാര്യ നിവർത്തിത നിജക്രിയ. പ്രവൃത്തി ചെയ്തിട്ടല്ല, അതിനുവേണ്ടി കഷ്ടപ്പെടാറില്ല. കിട്ടുന്നത് കൊണ്ട് യദൃച്ഛയോപപന്നേന എന്ന് പറയുന്നു. ധനസമ്പാദനത്തിന് വേണ്ടി പരിശ്രമം ചെയ്യാറേയില്ല. അജഗരവ്രതം എന്ന് പറയും ഇല്ലേ, പെരുമ്പാമ്പിനെ പോലെ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. അങ്ങനെ ആഗതാഹാര്യ നിവർത്തിത നിജക്രിയ, തനിക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളെ കൊണ്ട് സന്തോഷിച്ച് അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നടത്തിയ ആ ശ്രുതദേവൻ ഗൃഹാശ്രമി, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. വിദേഹേഷു മിഥിലായാം ഉവാസ, വിദേഹരാജ്യങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന മിഥിലയിൽ താമസിച്ചു എന്നാണ്. ധനസമ്പാദനത്തിനു വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല, കാരണം എല്ലാം ഈശ്വര കൃപയാണ്. അങ്ങനെ അദ്ദേഹം ജീവിച്ചു വന്നു. യാത്രാമാത്രം ത്വഹരഹർദൈവ അതുപനമത്യുത നാധികം താവതാ തുഷ്ട ക്രിയാശ്ചക്രേ യഥോചിത. അഹരഹ, ഓരോ ദിവസവും ദൈവാത് യാത്രാമാത്രം, യദൃച്ഛയായിട്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിന് മാത്രം ഉപനമതിയുത, സമീപത്ത് വരിക, അധികം അധികമില്ല, താവത അത്രമാത്രം കൊണ്ട് സന്തോഷിച്ചു. ഉചിത ക്രിയ യഥാചക്ര, ഏറ്റവും യോജിച്ച കർമ്മങ്ങളെ വേണ്ട പോലെ ചെയ്യുകയും ചെയ്തു. ശരീരം നിലനിർത്താൻ വേണ്ടത് എന്താണോ ആ ആഹാരം മാത്രമേ വാങ്ങുള്ളൂ, കൂടുതലൊന്നുമില്ല. അത് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ അധികം കിട്ടാറില്ല, എന്നാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യും അദ്ദേഹം. യദൃച്ഛാലാഭ സംതൃപ്തി, ഭഗവാൻ ഭാഗവതത്തിൽ പലയിടത്തുമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആഗ്രഹങ്ങൾ എന്നും ദുഃഖത്തിന് കാരണമാണ്, അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ ബ്രാഹ്മണൻ യഥോചിതം തൻ്റെ കർമ്മങ്ങളെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. തഥാ തദ്രാഷ്ട്രപാലോംഗ ബഹുലാശ്വയതി ശ്രുത മൈഥിലോ നിരഹം മാന ഉഭാവപ്യച്യുത പ്രിയൗ. അല്ലയോ പരീക്ഷിത്തെ, ഹേ അംഗ, തഥാ തദ്രാഷ്ട്രപാല, അതേപോലെ തന്നെ ആ രാഷ്ട്രത്തെ പരിപാലിക്കുന്ന രാജാവ്. ബഹുലാശ്വ ഇതി ശ്രുത, ശ്രുതദേവ ഇതി ശ്രുത, ശ്രുതദേവൻ എന്ന പ്രസിദ്ധനായ ബ്രാഹ്മണൻ, ബഹുലാശ്വൻ എന്ന് കീർത്തിക്കപ്പെട്ട അവിടുത്തെ രാജാവും. നിരഹമ്മാന, ഒട്ടും തന്നെ അഹങ്കാരമില്ലാത്ത ആളാണ് രാജാവ്. മൈഥിലഹ, മിഥിലന്റെ വംശത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ആസീതുണ്ടായിരുന്നു. ഉഭൗ അപി, രണ്ടുപേരും അച്യുതപ്രിയവും, അച്യുതൻ ആ ശ്രീകൃഷ്ണനിൽ പ്രിയമുള്ളവര് ആണ് രണ്ടുപേരും. രണ്ടുപേർക്കും ഭഗവാനോട് വല്ലാത്ത ഭക്തിയാണ് എന്ന് പറയുന്നു. യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠനായ ആ രാജാവ്, ആ രാജാവിന്റെ കീഴിൽ ഈ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ, രണ്ടുപേരും ശ്രീകൃഷ്ണ ഭക്തര്. അഹങ്കാരമില്ല, ജനകരാജാവിന്റെ വംശത്തിൽ പിറന്നു. അതുകൊണ്ട് ആ മിഥിലാ രാജ്യത്തെ പരിപാലിക്കുന്ന രാജാവ് മൈഥിലൻ
എന്ന് അദ്ദേഹത്തെ പറയുന്നു. അങ്ങനെയുള്ള ബഹുലാശ്വൻ എന്ന രാജാവ്, ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ, രണ്ടുപേരും വളരെ വേണ്ട പോലെ ആ രാജ്യത്ത് ഭഗവത് ഭക്തിയോടുകൂടി ജീവിച്ചു. അങ്ങനെ തയോ പ്രസന്നോ ഭഗവാൻ ദാരുകേണാഹൃതം രഥം ആരുഹ്യ സാകം മുനിഭിർവിദേഹാൻ പ്രയയൗ പ്രഭു. തയോ, അവർ രണ്ടുപേരിൽ സന്തോഷിച്ച ഭഗവാൻ, പ്രഭു ആ ഈശ്വരൻ, മുനിഭി സാകം മുനികളോടുകൂടി ദാരുകേണ ദാരുകനാൽ ആഹൃതം ദാരുകൻ തെളിച്ച രഥത്തിൽ അതിൽ കയറിയിട്ട് ആരുഹ്യ വിദേഹാൻ പ്രയയോ വിദേഹ രാജ്യങ്ങളിലേക്ക് പ്രയാണം ചെയ്തു. ആ രണ്ടുപേരിലും ഭഗവാൻ പ്രസാദിച്ചു. വളരെ ആത്യന്തികമായി ആ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ബഹുലാശ്വൻ എന്ന രാജാവിലും അതേപോലെ തന്നെ വെറും സാധാരണക്കാരനായിരിക്കുന്ന ബ്രാഹ്മണോത്തമനിലും ഭഗവാൻ ഒരേപോലെ പ്രസാദിച്ചു എന്ന് തന്നെയല്ല, മുനിഭിസാകം മുനികളോടുകൂടി അവിടേക്ക് തേരിൽ കയറി പോയി എന്നാണ്. ആരൊക്കെയാണ് മുനികൾ എന്നാണ് അവിടെ പിന്നീട് ശ്രീ ബ്രഹ്മർഷി പറഞ്ഞത്. നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമോസി തോരുണി അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേയശ്ചവനാദയാ. അവിടെ 12 മുനിമാരോടുകൂടിയാണ് ഭഗവാൻ പോയത്. നാരദൻ, വാമദേവൻ, അത്രി, കൃഷ്ണൻ എന്ന് വെച്ചാൽ ദ്വൈപായനൻ, സാക്ഷാൽ വേദവ്യാസൻ, ഭാർഗവരാമൻ, അസിതൻ, ആരുണി, പിന്നെ അഹം ഞാൻ, ശ്രീശബ്രഹ്മർഷി പറയാണ് ഞാൻ, പിന്നെ ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ച്യവനൻ എന്നിവരോടുകൂടി അവിടേക്ക് ഞങ്ങള് പോയി. ആരുണി എന്നും അരുണി എന്നും പറയാറുണ്ട്. ഏതായാലും ഈ 12 പേരോടുകൂടി ഭഗവാൻ അവിടേക്ക് എത്തിച്ചേർന്നു എന്നും പറയുന്നു. അങ്ങനെയുള്ള ആ ഭാഗത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. ബഹുലാശ്വ മഹാരാജാവിൻ്റെയും ശ്രുതദേവന്റെയും ആതിഥ്യം ഭഗവാൻ എങ്ങനെ സ്വീകരിച്ചു എന്ന് കാണിക്കുന്ന രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ, പൊന്നുഗുരുവായൂരപ്പന്റെ ഭാഗവത സ്വരൂപിയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷര പൂക്കളെ സാദരം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി
പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.